Hi dearies, welcome back to my class. Good morning. In this class, we are going to learn about introductory paragraph, body paragraph, and concluding paragraph, which are very essential in the academic writing while writing academic essays. There are 5 paragraph essays, which are the 5 paragraph: one introductory paragraph, one concluding paragraph, and 3 body paragraph. What is introductory paragraph? Introductory paragraph is the first paragraph of your essay. The first paragraph of your essay is the introductory paragraph. First paragraph of your essay is known as introductory paragraph. Introduction aim at grabbing the attention of your reader. അതിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ റീഡറുടെ അറ്റൻഷൻ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. എ സിമ്പിൾ ആൻഡ് ഡിറക്റ്റ് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് സെർവ്ഡ് ദ ഫോളോയിങ് fictions, which are the things mentioned in the ബോഡി പാരഗ്രാഫ്. ഫസ്റ്റ് ഇൻവൈറ്റ് ദ അറ്റൻഷൻ ഓഫ് ദി റീഡർ, നമ്മളെ റീഡറിൻ്റെ അറ്റൻഷൻ പിടിച്ചെടുക്കുക. സെക്കൻഡ് വൺ, ഗീവ് വൈറ്റൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, നിങ്ങൾ എഴുതാൻ പോകുന്ന എസ്സേയെ കുറിച്ചൊരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ കൊടുക്കുക. ഫസ്റ്റ് വൺ, ഗ്രാബ് ദ അറ്റൻഷൻ ഓഫ് റീഡർ. സെക്കൻഡ് വൺ, ഗീവ് വൈറ്റൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, ആ റീഡേഴ്സിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ കൊടുക്കുക, ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ കൊടുക്കണം നിങ്ങളുടെ ടോപ്പിക്കിനെ കുറിച്ചിട്ട്. പ്രസൻറ്റ് ദ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. പ്രസൻറ്റ് ദ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ അതിൽ എന്താണ് മെയിൻ ഐഡിയ, എന്താണ് അതിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്നുള്ളത് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുക. തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്, പ്രസൻറ്റ് ദ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. ആർ പ്രൊവൈഡ് ഔട്ട്ലൈൻ സ്റ്റേറ്റ്മെൻറ്റ്. ഔട്ട്ലൈൻ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ അതിന് മൊത്തത്തിലൊരു അവയർനെസ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ വേണ്ടത്. എന്തൊക്കെയാണ്? ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്, ഈസ് ദ ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് എ എസ്സേ. നമ്മുടെ എസ്സേയിൽ 5 പാരഗ്രാഫുള്ള എസ്സേയിൽ ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് അല്ലേ. സെക്കൻഡ് എൻ്റെ എയിം എന്താ വെച്ചാൽ ഗ്രാബിങ് ദ അറ്റൻഷൻ ഓഫ് ദി റീഡർ, മറ്റുള്ളവരുടെ റീഡേഴ്സിൻ്റെ അറ്റൻഷൻ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ എയിം. ഇനി 4-5 പോയിന്റുകൾ പറയണം. ഒന്ന്, ഗീവ് ഇൻവൈറ്റ് ദ അറ്റൻഷൻ ഓഫ് ദി റീഡർ. ഫസ്റ്റ് പോയിന്റ് റീഡറിൻ്റെ അറ്റൻഷൻ, നേരത്തെ നമ്മൾ പറഞ്ഞ ഗ്രാബ് ദ അറ്റൻഷൻ ഓഫ് ദി റീഡറാണ്. സെക്കൻഡ് വൺ, ഗീവ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ കൊടുക്കുക. തേർഡ് പോയിന്റ്, പ്രസൻറ്റ് ദ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്, നിങ്ങളെ മെയിൻ ഐഡിയ ഓഫ് ദി എസ്സേ എന്താണെന്ന് കൊടുക്കുക. പ്രൊവൈഡ് ഔട്ട്ലൈൻ സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ അതിനെ ന്യായീകരിക്കുന്ന ജസ്റ്റിഫൈ ചെയ്യുന്ന ഔട്ട്ലൈൻ സ്റ്റേറ്റ്മെൻറ്റും കൊടുക്കുക. ഓക്കെ, ഇതൊക്കെ എന്താ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നെക്സ്റ്റ്, റൈറ്റിംഗ് ബോഡി പാരഗ്രാഫ്. റൈറ്റിംഗ് ബോഡി പാരഗ്രാഫിൽ എന്താണ് ബോഡി പാരഗ്രാഫ് എന്താണ്? പാരഗ്രാഫ് ബോഡി പാരഗ്രാഫ് ഓർ ദ മെയിൻ പാരഗ്രാഫ് ഓഫ് ദസ് അല്ലേ. പാരഗ്രാഫ് കൊണ്ട് നമ്മൾ എന്താണ് അക്കാഡമിക് ഉദ്ദേശിക്കുന്നത്? ഒന്നെങ്കിൽ ബോഡി പാരഗ്രാഫ് ആവും, അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ആവും, അല്ലെങ്കിൽ എന്താവും കൺക്ലൂഡിങ് പാരഗ്രാഫ് ആവും. 3 ടൈപ്പ് പാരഗ്രാഫാണ് നമുക്ക് ഉള്ളത്. ഈച്ച് പാരഗ്രാഫ് ഇൻ എസ്സേ വർക്ക് ലൈക്ക് എ ലിങ്ക് ഇൻ എ ചെയിൻ. ഒരു ലിങ്കായിട്ട് ഈച്ച് പാരഗ്രാഫ് വർക്ക്സ് ആസ് എ ലൈക്ക് ലിങ്ക് ഇൻ എ ചെയിൻ. നമ്മൾ ചെയിനിലുള്ള ലിങ്കായിട്ട് പ്രവർത്തിക്കണം. ഓരോ പാരഗ്രാഫും കണക്റ്റഡ് ആവണം. പിന്നുള്ളത് ഈച്ച് പാരഗ്രാഫ് സ്റ്റാൻഡ് ഇൻഡിപെൻഡൻറ്റ്. രണ്ട് പറഞ്ഞത്, ആദ്യം പറഞ്ഞു ബോഡി പാരഗ്രാഫ് ആണെങ്കിൽ ഏത് പാരഗ്രാഫ് ആണെങ്കിലും വർക്ക് ആസ് എ ലിങ്ക് ഓഫ് എ ചെയിൻ, ഒരു ചെയിനിൻ്റെ ലിങ്കായിട്ട് പ്രവർത്തിക്കണം. രണ്ടാമത്തേത് സ്റ്റാൻഡ് ഇൻഡിപെൻഡൻറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റണം. പിന്നെ ഈച്ച് പാരഗ്രാഫ് കംപ്ലീറ്റ് ഐഡിയ വിത്ത് നെസസറി എക്സ്പ്ലനേഷൻ, ഇല്ലുസ്ട്രേഷൻസ്, കോഡ്സ് ആൻഡ് അതർ ഫോംസ് ഓഫ് സബ്സ്റ്റാൻഷൻസ്. ആദ്യത്തെ പോയിന്റ് വർക്ക് ആസ് എ ലിങ്ക് ഇൻ എ ചെയിൻ, ഓഫ് എ ചെയിൻ എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് സ്റ്റാൻഡ് ഇൻഡിപെൻഡൻറ്റ്. മൂന്നാമത്തെ പോയിന്റ് ഈച്ച് പാരഗ്രാഫ് ഗിവ് എ കംപ്ലീറ്റ് ഐഡിയ വിത്ത് നെസസറി എക്സ്പ്ലനേഷൻ, ഇല്ലുസ്ട്രേഷൻസ്, കോഡ്സ്. മനസ്സിലായി? 3 പോയിന്റ് അതിൽ പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു any paragraph work as a link in a chain. രണ്ടാമത്തത് paragraph stand as a independent one. Third one, each paragraph gives a complete idea of the statement, അതിൽ with examples, illustration, quotes and other forms of substantions. Okay, the purpose of ഇനി എന്താണ് നമ്മോട് പറഞ്ഞത്? റിമെമ്പർ ദ ഫോളോയിങ് പോയിന്റ് ടു മേക്ക് യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പാരഗ്രാഫ് ക്ലിയറർ. എന്തൊക്കെയാണ്? ദ പർപ്പസ് ഓഫ് എ പാരഗ്രാഫ് ഈസ് ടു പ്രസൻറ്റ് വൺ ഐഡിയ. ഒരു പാരഗ്രാഫ് ഒരു ഐഡിയയെ പ്രസൻറ്റ് ചെയ്യണം. ടു പ്രസൻറ്റ് എ സെൻറ്റൻസ്, ടോപ്പിക് സെൻറ്റൻസ്, സപ്പോർട്ടിംഗ് പോയിന്റ്സ് ഇൻ മേ ബി നെസറി ടു റൈറ്റ് 5 to 10 സെൻറ്റൻസ് ഇൻ എ പാരഗ്രാഫ്. ഫസ്റ്റ് പറഞ്ഞു പ്രസൻറ്റ് വൺ ഐഡിയ, ഒന്നാമത്തത് പ്രസൻറ്റ് വൺ ഐഡിയ. രണ്ടാമത് എന്താണ്? റൈറ്റ് 5 to 10 സെൻറ്റൻസസ് ഇൻ എ പാരഗ്രാഫ്. 5 മുതൽ 10 വരെ സെൻറ്റൻസ് ഒരു പാരഗ്രാഫിൽ വേണം, ബോഡി പാരഗ്രാഫിൽ വേണം. നെക്സ്റ്റ്, ഈച്ച് പാരഗ്രാഫ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദി മെയിൻ ടോപ്പിക് അല്ലേ. ഈച്ച് പാരഗ്രാഫ്
ഈസ് ടു ബി ദ എക്സ്റ്റൻഷൻ ഓഫ് മെയിൻ ടോപ്പിക്. മെയിൻ ടോപ്പിക്കിൻ്റെ എക്സ്റ്റൻഷൻ ആവണം എന്ത് ഓരോ പാരഗ്രാഫും. നെക്സ്റ്റ് പോയിന്റ്, you may require to use certain expressions like therefore, thus, however, hence, furthermore, nevertheless, consequently, still, moreover, meanwhile, to indicate transition or conclude the paragraph. നമുക്ക് expressions like therefore, thus, however, hence, further, nevertheless, consequently, still, moreover, meanwhile എന്നുള്ള വേർഡ്സ് ഒക്കെ ഉപയോഗിക്കാൻ ടു കൺക്ലൂഡ് എ പാരഗ്രാഫ്. ഓക്കെ, അടുത്ത പോയിന്റ്, റൈറ്റ് എ ഇനീഷ്യൽ റഫ് ഡ്രാഫ്റ്റ് യൂസിങ് ഫ്രീ റൈറ്റിംഗ് ടെക്നിക്. ഒന്ന് ഇനീഷ്യൽ റഫ് ഡ്രാഫ്റ്റ് ഉണ്ടാക്കുക, നമ്മൾ പ്രീ റൈറ്റിംഗ് എന്ന് പറഞ്ഞില്ല, അതുപോലെ റഫ് ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്നത് നല്ലതാണ്. പിന്നെന്താണ്, ദ ടോപ്പിക് ഷുഡ് നോട്ട് ബി ടു നാരോ ഓർ ടു ബ്രോഡ്. വളരെ വലുതും ആവരുത്, വളരെ ചെറുതും ആവരുത്. ടു നാരോ ആയുള്ള പ്രശ്നം എന്താണ്, നമുക്ക് എല്ലാ പോയിന്റുകളും സഫിഷ്യൻറ്റ് പോയിന്റുകളും അതിൽ എഴുതാൻ പറ്റൂല. പക്ഷേ ടു ലാർജ് ആയാലും ടു ബ്രോഡ് ആയാലും എന്താ പ്രശ്നം, ലെങ്ത്ത് കൂടും. ഓക്കെ, അപ്പം ടു നാരോ ആവാൻ പാടില്ല, ടു ബ്രോഡും ആവാൻ പാടില്ല, ബോർഡറും ആവാൻ പാടില്ല. അടുത്തത്, ബി കോൺഷ്യസ് ഓഫ് യുവർ വെക്കാബുലറി. വെക്കാബുലറി ആണ് വേർഡ്സ് യൂസ്ഡ് ഇൻ എ വർക്ക്. നമ്മൾ വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ നല്ലോണം കോൺഷ്യസ് ആവുക, എന്താ പറയുക, നല്ല നല്ല എന്താണ് വെക്കാബുലറി ഉപയോഗിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങളെ ബുക്കിൽ പറഞ്ഞത് ഒരേ വേർഡ്സ് ഉപയോഗിക്കാണ്ട് അതിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് ഉപയോഗിക്കും. ഇപ്പം കോളേജ് ലെവൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി ലെവൽ അല്ലെങ്കിൽ ടേർഷ്യറി ലെവൽ എന്ന് നമ്മൾ പറയാം. മനസ്സിലായി, കോളേജ് ലെവൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ടേർഷ്യറി ലെവലോ യൂണിവേഴ്സിറ്റി ലെവൽ എന്ന് പറയുക. ഓക്കെ, ഇതാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് വേർഡ്സ് ഉപയോഗിക്കാൻ, വൊക്കാബുലറി ഉപയോഗിക്കാൻ പാടുള്ളൂ. എ സെൻറ്റൻസ് മസ്റ്റ് ഹാവ് എ ടോപ്പിക് സെൻറ്റൻസ്, സബ്സ്റ്റാൻഷ്യൻസ്, കൺക്ലൂഷൻ ആൻഡ് ട്രാൻസിഷൻ. ഈ സെൻറ്റൻസ് ഇൻ എ പാരഗ്രാഫ് ഹാസ് എ ഫംഗ്ഷൻ. ഈച്ച് സെൻറ്റൻസ് ഇൻ എ പാരഗ്രാഫ് ഹാസ് എ ഫംഗ്ഷൻ. എ സെൻറ്റൻസ് മേ ബി സെർവ് ആസ് എ ടോപ്പിക് സെൻറ്റൻസ് ആവാം, സബ്സ്റ്റാൻഷ്യൻ എക്സാമ്പിൾ ആവാം, കൺക്ലൂഷൻ ആവാം. ഓക്കെ, അപ്പം ഇത്രയാണ്. ഒന്നും കൂടെ ഉണ്ടല്ലോ, you are expected to take responsibility for all the statement you make in a paragraph. You are expected to take the responsibility for all the statement you make in a paragraph. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക. ഒന്നും കൂടെ സമ്മറൈസ് ചെയ്ത് പറഞ്ഞുതരാം. ബോഡി പാരഗ്രാഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബോഡി പാരഗ്രാഫ് അല്ലെങ്കിൽ പാരഗ്രാഫ് വർക്ക് ആസ് എ ലിങ്ക് ഓഫ് ഇൻ എ ചെയിൻ. 2 സ്റ്റാൻഡ് ഇൻഡിപെൻഡൻറ്റ്. പിന്നെ നമ്മൾ പറഞ്ഞു കംപ്ലീറ്റ് ഐഡിയ കൊടുക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ ഓരോ പർപ്പസ് ഓഫ് പാരഗ്രാഫ് പ്രസൻറ്റഡ് വൺ ഐഡിയ. പർപ്പസ് ഓഫ് എ പാരഗ്രാഫ് പ്രസൻറ്റഡ് വൺ ഐഡിയ, ഒരു ഐഡിയ പ്രസൻറ്റ് ചെയ്യണം. പിന്നെ 5 to 10 പാരഗ്രാഫ് സെൻറ്റൻസസുകൾ വേണം. പിന്നെ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം, therefore, thus, however എന്നുള്ള കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കാം. പിന്നെ എന്താ പറഞ്ഞത്, ഒരു ഇനീഷ്യൽ ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്നത് നല്ലതാണ്. പിന്നെ പറഞ്ഞു ടു നാരോ ഓർ ടു ലാർജ് ആവാൻ പാടില്ല എന്ന് പറഞ്ഞു. നാരോ ആയാൽ എന്താണ് പോയിൻറ്റ്സുകൾ നഷ്ടപ്പെടും, അത് ബ്രോഡായാൽ അതിൻ്റെ ലെങ്ത്ത് കൂടും. ഓക്കെ, പിന്നെ ഉള്ളത് എന്താ പറഞ്ഞത് നമ്മൾ, യൂസ് അപ്രോപ്രിയേറ്റ് വെക്കാബുലറീസ്. നല്ല ആവശ്യമുള്ള വെക്കാബുലറീസ് ഉപയോഗിക്കുക. കോളേജ് ലെവൽ, യൂണിവേഴ്സിറ്റി ലെവൽ അല്ലെങ്കിൽ ടേർഷ്യറി ലെവൽ എന്നുള്ളത് നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പറഞ്ഞത് ഓരോ സെൻറ്റൻസിനും ഓരോരോ ഫംഗ്ഷൻ ഉണ്ട്. ടോപ്പിക് സെൻറ്റൻസ് ആവാം, സബ്സ്റ്റാൻഷ്യൻസ് ആവാം, കൺക്ലൂഡിങ് പാരഗ്രാഫ് ആവാം. ഈ പാരഗ്രാഫ് ഹാസ് എ മീനിങ്. നെക്സ്റ്റ്, വി ഹാവ് ടു ടുക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക. ഇത്രയാണ് അതിൽ പറയാനുള്ളത്. നെക്സ്റ്റ്, വി ഹാവ് കൺക്ലൂഡിങ് പാരഗ്രാഫ്. എന്താണ് കൺക്ലൂഡിങ് പാരഗ്രാഫ്? കൺക്ലൂഡിങ് പാരഗ്രാഫ് ഈസ് ദ ലാസ്റ്റ് പാരഗ്രാഫ് ഓഫ് യുവർ എസ്സേ അല്ലേ? അതിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഫീച്ചേഴ്സ് ഓഫ് കൺക്ലൂഷൻ എന്താണ്? യൂഷ്വലി ഓപ്പൺ വിത്ത് എ ട്രാൻസിഷണൽ വേർഡ്സ് ഓർ ഫ്രേസ് ലൈക്ക് ടു കൺക്ലൂഡ്, ടു സം അപ്പ്, ഇൻ സമ്മറി, ഇൻ കൺക്ലൂഷൻ, ഫൈനലി. ഇതിലുള്ള ഏതെങ്കിലും വേർഡുകൾ നമ്മൾ ഉപയോഗിക്കണം. എങ്ങനെ? സം അപ്പ് വിത്ത്, ടു സം അപ്പ്, ടു കൺക്ലൂഡ്, ഇൻ സമ്മറി, ഇൻ കൺക്ലൂഷൻ, ഫൈനലി എന്നൊക്കെ ഏതെങ്കിലും നമ്മൾ ട്രാൻസിഷണൽ വേർഡ്സ് ഉപയോഗിക്കണം. രണ്ടാമത്, റിട്ടേൺ ടു ദ മെയിൻ പോയിന്റ് ടു ദ എസ്സേ ബൈ റീസ്റ്റേറ്റിംഗ് ഓർ റീഫ്രേസിംഗ് ദ തിസ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ എന്ത് ചെയ്യണം? മെയിൻ പോയിന്റിലേക്ക്, നമ്മൾ തിസ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പിന്നെയും പോകണം. ഓക്കെ, ഈ ബ്രോഡ് കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റ് ടു ഇൻഡിക്കേറ്റ് യുവർ വേർഡിക്റ്റ് ഓഫ് ദ ഇഷ്യൂ. നമ്മൾ എന്ത് ചെയ്യണം? കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. ബ്രോഡായിട്ടുള്ള നല്ലൊരു കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. സ്കോപ്പ് ഓഫ് ഫർദർ സ്റ്റഡീസ്, അതിൻ്റെ ഫർദർ സ്റ്റഡീസിനെ കുറിച്ചിട്ടും റെക്കമെൻഡേഷൻ ഓഫ് ദ സ്റ്റഡി, ഇതിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് വലിയൊരു എന്ത് കൊടുക്കണം? ഒരു ഗിവ് എ ബ്രോഡ് കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് യുവർ ടോപ്പിക്. ഇത്രയാണ് കൺക്ലൂഡിങ് പാരഗ്രാഫിൽ. കൺക്ലൂഡിങ് പാരഗ്രാഫ് ഈസ് ദ ലാസ്റ്റ് പാരഗ്രാഫ് ഓഫ് ദി എസ്സേ. യൂഷ്വലി ഓപ്പൺ അപ്പ് ട്രാൻസിഷണൽ വേർഡ്സ് ലൈക്ക് ടു കൺക്ലൂഡ്, ടു സം അപ്പ്, ടു വൈൻഡ് അപ്പ് ഒക്കെ നമുക്ക് പറയാം അല്ലേ? ഫൈനലി,
ഒക്കെ പറയാം. നെക്സ്റ്റ് റിട്ടേൺ ടു ദ മെയിൻ പോയിന്റ് ഓർ തിസ് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ ഗിവ് എ ബ്രോഡ് കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് യുവർ ടോപ്പിക്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ലെറ്റ് മീ കൺക്ലൂഡ് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.